ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ഏകോനത്രിംശോധ്യായം. ഇതിൽ 6ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥൈകോനത്രിംശോധ്യായ. പ്രാചീനബർഹിർവാച ഭഗവംസ്തേവചോസ്മാഭിർന സമ്യഗവഗമ്യതേ കവയസ്തദ്വിജാനന്തി ന വയം കർമ്മമോഹിതാഃ. നാരദ ഉവാച പുരുഷം പുരഞ്ജനം വിദ്യാദ്യദ്വ്യനക്ത്യാത്മനഃ പുരം ഏകദ്വിത്രിചതുഷ്പാദം ബഹുപാദമപാദകം. യോ വിജ്ഞാതാഹൃതസ്തസ്യ പുരുഷസ്യ സഖേശ്വരഃ യന്ന വിജ്ഞായതേ പുംഭിർനാമഭിർവാ ക്രിയാഗുണൈഃ. യദാദിഗൃച്ഛൻ പുരുഷഃ കാസ്നേന പ്രകൃതേർഗുണാൻ നവദ്വാരം ദ്വിഹസ്താം ഖ്രി തത്രാമനുതസാധ്വിതി. ബുദ്ധിം ദുഃപ്രമദാം വിദ്യാൻ മമാഹമിതി യൽകൃതം യാമധിഷ്ഠായ ദേഹേസ്മിൻ പുമാൻ ഭുങ്ക്തേക്ഷഭിർഗുണാൻ. സഖായ ഇന്ദ്രിയഗണാ ജ്ഞാനം കർമ്മ ച യൽകൃതം സഖ്യസ്തദ്വൃത്തയ പ്രാണ പഞ്ചവൃത്തിർയഥോരഗാ. അടുത്ത 7ാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. ബൃഹദ്ബലം മനോവിദ്യാദുഭയേന്ദ്രിയനായകം പഞ്ചാലാഹ പഞ്ചവിഷയാ യന്മധ്യേ നവഖം പുരം. ബൃഹദ്ബലം മനോവിദ്യാദുഭയേന്ദ്രിയനായകം പഞ്ചാലാഹ പഞ്ചവിഷയാ യന്മധ്യേ നവഖം പുരം. അപ്പോൾ ബൃഹദ്ബലം മനസ്സാകുന്ന ആ മഹാബലവാനായിരിക്കുന്ന ആ നായകൻ ആണ്. ഉഭയേന്ദ്രിയ നായകം, 2 തരത്തിലുള്ള ഇന്ദ്രിയങ്ങളുടെ നായകനായിട്ട്, അതിൻ്റെ അധിപനായിട്ട് മനസ്സ് വളരെ ബലത്തോട് കൂടിയിട്ട് വർത്തിക്കുന്നു. ബൃഹദ്ബലം എന്നറിയണം, അതിനെ അറിയണം. വിദ്യാത്, അതിനെ അറിയണം എന്നർത്ഥം. അപ്പോൾ ബൃഹദ്ബലം മനോവിദ്യാത് ഉഭയേന്ദ്രിയ നായകം. കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ തുടങ്ങിയിട്ടുള്ള 10 ദശേന്ദ്രിയങ്ങളുടെ നായകനായിട്ട് മനസ്സ് ബൃഹദ്ബലം മഹാബലവാനായിട്ടിരിക്കുന്നു എന്നുള്ളത് അറിയണം. പഞ്ചാലാഹ പഞ്ചവിഷയാഹ, പഞ്ചാലദേശം എന്ന് പറയുന്നത് 5 വിഷയങ്ങൾ, ശബ്ദാദി 5 വിഷയം, രൂപം രസം ഗന്ധം സ്പർശം ശബ്ദം തുടങ്ങിയിട്ടുള്ള 5 വിഷയങ്ങളെയാണ് പഞ്ചാലാഹ, ആ 5 ദേശമായിട്ട് പറയണം. യൻ മധ്യേ നവഖം പുരേ, ഇതൊക്കെ ഈ നവഖം പുരം, നവദ്വാരമായിരിക്കുന്ന ഈ ശരീരത്തിൻ്റെ മധ്യത്തിലായിട്ട് ഉള്ളതാണ്. ബൃഹദ്ബലം മനോവിദ്യാദുഭയേന്ദ്രിയ നായകം പഞ്ചാലാഹ പഞ്ചവിഷയാ യന്മധ്യേ നവഖം പുരം. ഇപ്പോൾ ഉഭയേന്ദ്രിയ നായകം, 2 പ്രകാരേണയുള്ള ഇന്ദ്രിയങ്ങളുടെയും ആധിപത്യം വഹിക്കുന്ന മനസ്സിനെ ബൃഹദ്ബലം മഹാബലവാനായിട്ടും 5 വിഷയാഹ ശബ്ദാദി വിഷയങ്ങൾ പഞ്ചാലാഹ ദേശമായും യന്മധ്യേ ഇതിൻ്റെ മധ്യത്തിൽ നവഖം പുരം, ഈ നവദ്വാരവും എന്ന് വിദ്യാത് അറിഞ്ഞാലും. എന്നുകൂടി പറയാം. ഉഭയേന്ദ്രിയ നായകം, 2 പ്രകാരേണയുള്ള ഇന്ദ്രിയങ്ങളുടെയും ആധിപത്യം വഹിക്കുന്ന മനസ്സിനെ ബൃഹദ്ബലം മഹാബലവാനായിട്ടും 5 വിഷയാഹ ശബ്ദാദി വിഷയങ്ങൾ പഞ്ചാലാഹ പഞ്ചാല ദേശമായിട്ടും യന്മധ്യേ ഏതിൻ്റെ മധ്യത്തിൽ നവഖം പുരം, ഈ നവദ്വാരവും എന്ന് വിദ്യാത് അറിഞ്ഞാലും, അറിഞ്ഞിരിക്കണം എന്നർത്ഥം. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇതിൻ്റെ അന്വയം വന്നിട്ട് ഉഭയേന്ദ്രിയനായകം മനഃ ബൃഹദ്ബലം പഞ്ചവിഷയാഹ പഞ്ചാലാഹ യന്മധ്യേ നവഖം പുരം വിദ്യാത്. കൂടി പറയാം ആ അന്വയം. ഉഭയേന്ദ്രിയനായകം മനഃ ബൃഹദ്ബലം പഞ്ചവിഷയാഹ പഞ്ചാലാഹ യന്മധ്യേ നവഖം പുരം വിദ്യാത്. അതായത് ആ 2 പ്രകാരത്തിലുള്ള ഇന്ദ്രിയങ്ങളുടെയും അർത്ഥം, കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും ആധിപത്യം വഹിക്കുന്ന മനസ്സിനെ മഹാബലവാനായിട്ട് അറിയണം. 5 വിഷയാഹ ശബ്ദാദി വിഷയങ്ങൾ പഞ്ചാലദേശം ആയിട്ട് അറിയണം. ഏതിൻ്റെ മധ്യത്തിൽ, ഈ നവദ്വാരം എന്നുള്ള ആ ശരീരം, 9 ദ്വാരങ്ങളുള്ള ശരീരം എന്ന് അതിൻ്റെ മധ്യത്തിലാണെന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ
ഈ കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും നാഥനായിരിക്കുന്നത് മനസ്സാണ്. അത് മഹാബലവത്താണ്. പഞ്ചാലം എന്നാൽ ശബ്ദാദികളായിരിക്കുന്ന 5 വിഷയങ്ങളാണ്. അവയുടെ ഇടയിലെ ആ നവദ്വാരം, അവയുടെ ഇടയിലാണ് ഈ നവദ്വാരം എന്നത് നവദ്വാരങ്ങളോട് കൂടിയ ശരീരമാണ്. ഒന്നുകൂടി പറയാം, ആ കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും നാഥനായിരിക്കുന്നത് മനസ്സാണ്, മഹാബലവാനായിരിക്കുന്ന മനസ്സാണ്. പഞ്ചാലം എന്നാൽ ശബ്ദാദികളായിരിക്കുന്ന 5 വിഷയങ്ങളാണ്. അവയുടെ ഇടയിലെ നവദ്വാരപുരം എന്നത് നവദ്വാരങ്ങളോട് കൂടിയ ശരീരമാണ്. ഇവിടെ 10 ഇന്ദ്രിയങ്ങളുടെയും നാഥനായിരിക്കുന്ന മനസ്സാണ് വലിയ സൈന്യത്തിൻ്റെ നായകൻ. ശബ്ദാദി 5 വിഷയങ്ങളാണ് ആ പഞ്ചാലദേശങ്ങൾ. ആ വിഷയങ്ങളുടെ മധ്യത്തിലാണ് 9 ദ്വാരങ്ങളുടെ പുരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബൃഹദ്ബലം എന്ന ശബ്ദത്താൽ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും അതാത് വിഷയങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന മനസ്സിനെ സൂചിപ്പിച്ചു. ശബ്ദസ്പർശാദി പഞ്ചവിഷയങ്ങളെ പഞ്ചാലദേശങ്ങൾ എന്ന ശബ്ദത്താൽ കാണിച്ചു തന്നു. അതിൻ്റെ നടുവിലുള്ള പുരം എന്ന ശബ്ദം ശരീരത്തെയും കാണിക്കുന്നു. അപ്പോൾ ഇവിടെ അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് ബൃഹദ്ബലം മനഃ, ആ മനസ്സ് ബലവത്തായിട്ടുള്ള അതാണ് ആ ഇന്ദ്രിയങ്ങളുടെ സർവ്വ ഇന്ദ്രിയങ്ങളുടെയും, അതായത് കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും സൈന്യാധിപനായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത്. പഞ്ചാലാഹ പഞ്ചവിഷയ, പഞ്ചാല ദേശം എന്ന് പറയുന്ന 5 വിഷയങ്ങളാണ്, ശബ്ദാദി വിഷയങ്ങൾ. യത് നവദ്വാരയുക്തം നഗരം, ഇതെല്ലാം ആ ശരീരമാകുന്ന ആ നഗരത്തിൽ 9 ദ്വാരങ്ങളുള്ള നഗരം 9 9 ദ്വാരങ്ങളുള്ള ദ്വാരങ്ങളുള്ള നഗരം, അതിനെയാണ് മനുഷ്യ ശരീരം വിദ്ധി, മനുഷ്യ ശരീരം എന്ന് അറിഞ്ഞാലും. ഒന്നുകൂടി പറയാം, ബൃഹദ്ബലം മനഃ, മനസ്സ് ബലവത്താണെന്ന് അറിയണം. പഞ്ചാലാ പഞ്ചവിഷയാ, പഞ്ചാലദേശം എന്ന് പറയുന്ന 5 ശബ്ദാദി 5 വിഷയങ്ങളാണ്. യത് നവദ്വാരയുക്തം, ഇവയെല്ലാം ആ 9 ദ്വാരം കൊണ്ട് യുക്തമായിരിക്കുന്ന നഗരത്തിലാണുള്ളത്. അതിനെ തത് മനുഷ്യ ശരീരം വിദ്ധി, അതിനെ മനുഷ്യ ശരീരമായിട്ട് അറിയണം. അപ്പോൾ ബൃഹദ്ബലം മനഃ പഞ്ചാലാഹ പഞ്ചവിഷയാ യത് നവദ്വാരയുക്തം നഗരം തത് മനുഷ്യ ശരീരം വിദ്ധി എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്ത ശ്ലോകം, അക്ഷിണീ നാസികേ കർണൗ മുഖം സിസ്നഗുദാവിതി ദ്വേ ദ്വേ ദ്വാരൗ ബഹിര്യാദി യസ്തദിന്ദ്രിയ സംയുതഃ. അക്ഷിണീ നാസികേ കർണൗ മുഖം സിസ്നഗുദാവിതി ദ്വേ ദ്വേ ദ്വാരൗ ബഹിര്യാദി യസ്തദിന്ദ്രിയ സംയുതഃ. കണ്ണുകൾ, നാസികകൾ, കർണങ്ങൾ, മുഖം, ഗുഹ്യം, ഗുദം തുടങ്ങിയിട്ടുള്ള ഇങ്ങനെയുള്ള ഈ 2 ഇതിലുള്ള ആ ദ്വാരങ്ങളോട് കൂടിയിട്ട് 9 ദ്വാരങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ശരീരം, ഇവയൊക്കെ അതാത് ഇന്ദ്രിയങ്ങളോട് ചേർന്നിട്ട്, അതായത് ഇന്ദ്രിയ ശക്തികളോട് കൂടിയിട്ട് പുറത്തേക്കാണ് അത് പോകുന്നത്. അക്ഷിണി, കണ്ണുകളൊക്കെ പുറത്തേക്കാണ്, നാസികകൾ പുറത്തേക്കാണ്, കർണൗ ഒക്കെ പുറത്തേക്കല്ലേ, മുഖം, വായ, സിസ്നഗുദൗ, ഇങ്ങനെ ഈ 2 ദ്വാരങ്ങളായിട്ട് 9 ദ്വാരങ്ങൾ. ആ 9 ദ്വാരങ്ങൾ ഉള്ള ഈ ജീവൻ അത് അതാത് ഇന്ദ്രിയങ്ങളുടെ ശക്തികളോട് കൂടിയിട്ട് ആ പുറത്തേക്ക് പോകുന്നു എന്നർത്ഥം. അതിലത്തെ പദങ്ങൾ നോക്കാം. അക്ഷിണി കണ്ണുകൾ, നാസികകൾ, കർണൗ ചെവികൾ, മുഖം വായ, സിസ്നഗുദൗ ഗുഹ്യം ഗുദം ഇതി, ഇങ്ങനെ ദ്വേ രണ്ടായിട്ടുള്ള ദ്വാരങ്ങൾ ഉണ്ട്. യാതൊരു ഈ ജീവൻ തദിന്ദ്രിയ സംയുത, അതാത് ഇന്ദ്രിയ ശക്തികളോടുകൂടി ബഹിഹി പുറത്തേക്ക് യാതി. ഒന്നും കൂടി പറയാം. അക്ഷിണി കണ്ണുകൾ, നാസികകൾ, കർണൗ ചെവികൾ, മുഖം വായ, സിസ്നഗുദൗ ഗുഹ്യം ഗുദം ഇതി, ഇങ്ങനെ രണ്ടായിട്ടുള്ള ദ്വാരങ്ങൾ ഉണ്ട്. യാതൊരു ഈ ജീവൻ തദിന്ദ്രിയ സംയുത, അതാത് ഇന്ദ്രിയ ശക്തികളോട് കൂടിയിട്ട് ബഹിഹി പുറത്തേക്ക്
യാതി പോകുന്നു. അപ്പോൾ അന്വയം വന്നിട്ട് അക്ഷിണി നാസികേ കർണൗ മുഖം ശിഷ്ണഗുദൗ ഇതി ദ്വേ ദ്വേ ദ്വാരൗ യഹ തദിന്ദ്രിയ സംയുതഃ ബഹിഃ യാതി. എന്നുകൂടി പറയാം. അക്ഷിണി നാസികേ കർണൗ മുഖം ശിഷ്ണഗുദൗ ഇതി ദ്വേ ദ്വേ ദ്വാരൗ യഹ തദിന്ദ്രിയ സംയുതഃ ബഹിഃ യാതി. കണ്ണുകൾ, നാസികകൾ, ചെവികൾ, വായ, ഗുഹ്യം, ഗുദം ഇങ്ങനെ രണ്ടായിട്ടുള്ള ദ്വാരങ്ങൾ ഉണ്ട്. യാതൊരു ഈ ജീവൻ അതാത് ഇന്ദ്രിയ ശക്തിയോട് കൂടിയിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ രണ്ട് കണ്ണുകൾ, രണ്ട് നാസാദ്വാരങ്ങൾ, രണ്ട് കർണദ്വാരങ്ങൾ, മുഖദ്വാരം, മൂത്രദ്വാരം, മലദ്വാരം എന്നിവയാണ് നവദ്വാരങ്ങൾ. കണ്ണ്, മൂക്ക്, ചെവി ഇവ ഈ രണ്ട് വീതമാണല്ലോ. അങ്ങനെ ജീവൻ അതാത് ഇന്ദ്രിയങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് ഈ ദ്വാരങ്ങളിലൂടെ പുറത്തു പോയി വരുന്നു. അപ്പോൾ രണ്ട് കണ്ണുകൾ, രണ്ട് നാസികകൾ, രണ്ട് കർണങ്ങൾ, മുഖം, ശിഷ്ണം, ഗുദം എന്നിവയാണ് നവദ്വാരങ്ങൾ. ആ പുരഞ്ജനൻ അതാത് ഇന്ദ്രിയങ്ങളോട് കൂടിയിട്ട് അതാത് ദ്വാരങ്ങളിലൂടെ പുറമെ വിഷയങ്ങളിലേക്ക് പോകുന്നു അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ കണ്ണുകൾ, നാസികാദ്വാരങ്ങൾ, കർണദ്വാരങ്ങൾ ഇങ്ങനെ ഈ രണ്ട് ദ്വാരങ്ങൾ ഉള്ള 3 ഇന്ദ്രിയങ്ങൾ കൂടിയിട്ട് ആറ് ദ്വാരങ്ങളും മുഖം, ശിഷ്ണം, ഗുദം എന്ന 3 ദ്വാരങ്ങളും കൂടിയിട്ട് 9 ദ്വാരങ്ങൾ. അതാത് ദ്വാരങ്ങളിലുള്ള ഇന്ദ്രിയങ്ങളോട് കൂടെ ജീവൻ പുറമേ സഞ്ചരിച്ച് ആ വിഷയസുഖങ്ങളെ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് അക്ഷിണീ നാസികേ കർണോ മുഖം ഇതി സപ്തോർധ്വ ദ്വാരാണി. അതായത് കണ്ണുകൾ, നാസികകൾ, കർണങ്ങൾ, മുഖം ഇവയൊക്കെ ചേർന്നിട്ട് 7 ദ്വാരങ്ങൾ. ഇത് ഊർധ്വഭാഗത്ത് മേലുള്ള ഉള്ള ദ്വാരങ്ങൾ. അക്ഷിണി നാസികേ കർണവും കണ്ണുകൾ, നാസികകൾ, കർണങ്ങൾ, മുഖം ഇവ ചേർന്നിട്ട് 2, 2, 2, 6, 1, 7 7 ചേർന്നിട്ടുള്ള 7 ദ്വാരങ്ങളും ഊർധ്വഭാഗത്ത് മുകൾ ഭാഗത്ത് സപ്തോർധ്വദ്വാരാണി. പിന്നെ ശിഷ്ണഗുദേ അധോദ്വാരേ ശിഷ്ണം, ഗുദം, മൂത്രദ്വാരം, മലദ്വാരം ഇവ അധോ ഭാഗത്ത് അധോദ്വാരെ അധോഭാഗത്തുള്ള താഴെയുള്ള 2 ദ്വാരങ്ങൾ. ഇങ്ങനെ ആണ് നവദ്വാരങ്ങൾ വരുന്നത്. പക്ഷിണി നാസികേ കർണവും മുഖമിതി സപ്തോർധ്വദ്വാരാണി ശിഷ്ണഗുദേ അധോദ്വാരേ വിദ്ധി എന്നുള്ളതാണ് അതിൽ പറയുന്നത്. എന്നുകൂടി പറയാം. അക്ഷിണി നാസികേ കർണവും മുഖമിതി സപ്തോർധ്വദ്വാരാണി ശിഷ്ണഗുദേ അധോദ്വാരേ വിദ്ധി. അപ്പോൾ അതിൽ അടുത്ത ശ്ലോകത്തിൽ വരുന്ന അക്ഷിണീ നാസികേ ആസ്യമിതി പഞ്ചപുരകൃതാഃ ദക്ഷിണകർണ ഉത്തരാചോത്തരാ സ്മൃതഃ. അക്ഷിണീ നാസികേ ആസ്യമിതി കണ്ണുകൾ, മൂക്കുകൾ, ആസ്യം മുഖം ഇവ ചേർന്നിട്ട് 5 ഈ 5 പുരകൃത ഈ 5 കിഴക്ക് ഭാഗത്തേക്ക് അതിനൊക്കെ മുൻഭാഗത്താണ് സ്ഥാപിച്ചവ. 2 കണ്ണ്, 2 മൂക്ക്, വായ പിന്നെ 5 ഇവ ഇങ്ങനെയുള്ള 5 ദ്വാരങ്ങൾ പുരകൃത മുൻഭാഗത്ത് സ്ഥാപിച്ചവ ദക്ഷിണ വലത്തേ ഭാഗത്തേക്ക് അതായത് കിഴക്കോട്ടെന്നുള്ളതാണതുകൊണ്ട് കിഴക്ക് ഭാഗത്തേക്ക്. കർണ ചെവി ദക്ഷിണ അതിൽ കർണം, ചെവി ഇവയൊക്കെ ദക്ഷിണ ഭാഗത്തേക്ക് അതായത് തെക്കോട്ട്. കർണം, ചെവി തുടങ്ങിയൊക്കെ തെക്കോട്ട്. പിന്നെ ഉത്തരഹ ഉത്തരാച ഇടത്തേത് വടക്കേതും ആയിട്ട് സ്മൃതി സങ്കല്പിക്കപ്പെടുന്നു. അപ്പോൾ അക്ഷിണി 2 കണ്ണ്, 2 മൂക്ക്, വായ എന്നീ 5 ദ്വാരങ്ങൾ മുൻഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അവയിൽ
ദക്ഷിണ അവയൊക്കെ വലത്ത് ഭാഗത്തേക്ക്. കർണഹ ചെവി തെക്ക് ഭാഗത്തേക്ക്. ചെവി തെക്ക് ഭാഗത്തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തേക്ക്, ഇടത്തും വലത്തും ആയിട്ട് രണ്ട് ചെവികൾ. ഇങ്ങനെ സ്മൃത സങ്കല്പിക്കപ്പെടുന്നു എന്നർത്ഥം. അപ്പോൾ അക്ഷിണീ നാസികേ ആസ്യമിതി പഞ്ചപുരകൃതാ ദക്ഷിണകർണ ഉത്തരാചോത്തര സ്മൃത. കർണങ്ങൾ ഉത്തരവും ഇടത്ത് ഭാഗത്തും വലത്തും ആയിട്ട്. അപ്പോൾ ഇടത്ത് ഭാഗത്തും വലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കും തെക്കും ആയിട്ട് കർണങ്ങൾ വരണമെന്നർത്ഥം. അതാണ് പറയുന്നത്. അപ്പോൾ തന്വയം വന്നിട്ട് അക്ഷിണീ നാസികേ ആസ്യം പഞ്ചപുരഃ കൃതാ ദക്ഷിണാഃ കർണഃ ദക്ഷിണാ ഉത്തരഃ ഉത്തരാച സ്മൃതഃ. അക്ഷിണീ നാസികേ ആസ്യം പഞ്ചപുരകൃതാഃ ദക്ഷിണഃ കർണഃ ദക്ഷിണാ ഉത്തരഃ ഉത്തരാച സ്മൃതഃ സങ്കല്പിക്കപ്പെടുന്നു. അതായത് രണ്ട് കണ്ണ്, രണ്ട് മൂക്ക്, വായ എന്നീ 5 ദ്വാരങ്ങൾ മുൻഭാഗത്തേക്ക് സ്ഥാപിച്ചവ, വലത്തെ ചെവി തെക്കേതും, വലത്തെ ചെവി തെക്കേതും ഇടത്തെ ചെവി വടക്കേതും ആയിട്ട് സങ്കല്പിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഒന്നും കൂടി നോക്കാം. 2 കണ്ണുകൾ, 2 നാസാദ്വാരങ്ങൾ, 2 കർണദ്വാരങ്ങൾ, മുഖദ്വാരം, മൂത്രദ്വാരം, മലദ്വാരം എന്നിവ ആണ് നവദ്വാരങ്ങൾ എന്ന് പറഞ്ഞു. കണ്ണ്, മൂക്ക്, ചെവി ഇവ 2 വീതമാണല്ലോ. ജീവൻ അതാത് ഇന്ദ്രിയങ്ങളുടെ അകമ്പടിയോടെ ആ ദ്വാരങ്ങളിലൂടെ പുറത്തു പോയി വരുന്നു പറഞ്ഞു. 2 കണ്ണുകൾ, 2 നാസാദ്വാരങ്ങൾ, 1 വായ എന്നിവ കിഴക്കും 2 ചെവികൾ തെക്കും വടക്കും ഭാഗങ്ങളിലും ആയിട്ടാണ്, കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് സങ്കല്പം. കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ അങ്ങനെയാണ് വരിക. ഒന്നുകൂടി പറയാം. കണ്ണ്, മൂക്ക്, ചെവി ഈ 2 വീതം അല്ല, 2 കണ്ണുകൾ, 2 നാസാദ്വാരങ്ങൾ, 1 വായ എന്നിവ കിഴക്ക് ഭാഗത്തേക്ക്, 2 ചെവികൾ തെക്കും വടക്കുമായിട്ടുള്ള ഭാഗത്തേക്ക് കിഴക്കോട്ടും തിരിഞ്ഞു നിൽക്കുമ്പോൾ. മലദ്വാരവും ഗുഹ്യദ്വാരവും കീഴ്പോട്ടാണ്. അത് അടുത്ത ശ്ലോകത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൽ ബാക്കിയുള്ള ആ മുകളിലുള്ള ദ്വാരങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നവദ്വാരങ്ങളിൽ വെച്ച് കണ്ണുകൾ, നാസികകൾ, വായ എന്നീ 5 എണ്ണം മുൻവശത്താണ്. വലത്തെ ചെവി വലത്ത് ഭാഗത്തെ ദ്വാരവും ഇടത്തെ ചെവി ഇടത്ത് ഭാഗത്തെ ദ്വാരവും ആണ്. അപ്പോൾ ഇവിടെ നേത്രദ്വാരങ്ങൾ 2, നാസാദ്വാരങ്ങൾ 2, മുഖദ്വാരം, നേത്രദ്വാരങ്ങൾ 2, നാസാദ്വാരങ്ങൾ 2, മുഖദ്വാരം 1, ഇങ്ങനെ 5 ദ്വാരങ്ങൾ കിഴക്കു ദിക്കിലേക്കും ഉള്ള വഴികളായിട്ടും, വലത്തെ കർണത്തെ തെക്കു ദിക്കിലേക്കും ഉള്ള വഴിയായിട്ടും, ഇടത്തേതിനെ വടക്കു ദിക്കിലേക്കുള്ള വഴിയായിട്ടും നിശ്ചയിച്ചു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്ന് നോക്കാം. തത്ര അക്ഷിണീ നാസികേ മുഖമിതി പഞ്ചദ്വാരാണി. പ്രകാരം 2 കണ്ണുകൾ, 2 മൂക്കുകൾ, മൂക്കിലെ 2 ദ്വാരങ്ങൾ, മുഖം തുടങ്ങിയ 5 ദ്വാരങ്ങൾ പഞ്ചദ്വാരാണി 5 ദ്വാരങ്ങളാണ്. ദക്ഷിണദ്വാരം ദക്ഷിണകർണം, ഇടത്ത് ഭാഗത്തെ ചെവി തെക്കോട്ടും, ദക്ഷിണകർണം ഉത്തരകർണവും, വലത്തെ ചെവി വലത്തോട്ടും, അതായത് ഉത്തരഭാഗത്തിലേക്ക് വടക്കോട്ടും വടക്ക് ഭാഗത്തേക്കും ഉള്ളതാകുന്നു. ഒന്നുകൂടി പറയാം. അപ്പോൾ തത്ര അക്ഷിണീ നാസികേ മുഖമിതി പഞ്ചദ്വാരാണി. അത് എങ്ങോട്ട് തിരിഞ്ഞിരിക്കണു? പഞ്ചദ്വാരാണി അത് കിഴക്ക് ഭാഗത്തേക്ക്. മറ്റത് എല്ലാം ഒരു ചെവി തെക്കോട്ടും മറ്റേ ചെവിയുടെ ദ്വാരം വടക്കോട്ടും തിരിഞ്ഞിരിക്കണമെന്ന് അർത്ഥം. അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്.
തത്രാക്ഷിണീ നാസികേ മുഖമിതി പഞ്ചാഗ്രദ്വാരാണി ദക്ഷിണദ്വാരം ദക്ഷിണകർണം ഉത്തരകർണേ വിദ്ധി എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പോൾ അടുത്തത് നോക്കാം. പശ്ചിമേ ഇത്യധോദ്വാരൗ ഗുദം ശിസ്നമിഹോച്യത്തെ ഖദ്യോദാവിർമുഖീ ചാത്ര നേത്രേ ഏകത്ര നിർമ്മിതേ രൂപം വിഭ്രാജിതം താഭ്യാം വിചഷ്ടേ ചക്ഷുഷേശ്വരഃ. പശ്ചിമേ ഇത്യധോദ്വാരൗ ഗുദം ശിസ്നമിഹോച്യത്തെ ഖദ്യോദാവിർമുഖീ ചാത്ര ഏകത്ര നിർമ്മിതേ രൂപം വിഭ്രാജിതം താഭ്യാം വിചഷ്ടേ ചക്ഷുഷേശ്വര. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിലത്തെ അന്വയം അക്ഷിണീനാസികേ ആസ്യം ഇതി പഞ്ച പുരകൃതാഃ ദക്ഷിണഃ കർണഃ ദക്ഷിണ ഉത്തരഃ ഉത്തരാച സ്മൃതഃ എന്നുള്ളതാണ് അതിലത്തെ അന്വയം വരിക. അക്ഷിണീ നാസികേ ആസ്യം ഇതി പഞ്ച പുരകൃതാഃ ദക്ഷിണാഃ കർണഃ ദക്ഷിണ ഉത്തരഃ ഉത്തര സ്മൃതഃ. അതായത് 2 കണ്ണ് 2 മൂക്ക് വായ എന്നീ 5 ദ്വാരങ്ങൾ മുൻഭാഗത്ത് സ്ഥാപിച്ചവ, വലത്തെ ചെവി തെക്കേതും ഇടത്തെ ചെവി വടക്കേതുമായിട്ട് സങ്കല്പിക്കപ്പെടുന്നു. ഇനി അടുത്തത് പശ്ചിമേ ഇത്യധോദ്വാരവും. ഇവിടെ പശ്ചിമേ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഉള്ള ദ്വാരങ്ങളാണ് പറയുന്നത്. അധോദ്വാരങ്ങൾ താഴോട്ടുള്ള ദ്വാരങ്ങളൊക്കെ പടിഞ്ഞാട്ടുള്ളതാണ്. അത് ഗുദം സിസ്നം ഇഹോച്ചതേ. ഇത് അധോദ്വാരങ്ങൾ കീഴോട്ടുള്ള ഗുദം സിസ്നം അതൊക്കെ പടിഞ്ഞാട്ടുള്ളതാണ്. ഉച്ചതേ പുറപ്പെടുന്നു. പിന്നെ ഖദ്യോതാവിർമുഖി, ഇവിടെ ഖദ്യോത ആവിർമുഖി എന്നൊക്കെ പറയപ്പെടുന്ന ഒരിടത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 2 കണ്ണുകളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മലദ്വാരവും ഗുഹ്യദ്വാരവും കീഴ്പോട്ടാണ്. അത് ഖദ്യോതം ആവിർമുഖി എന്നീ 2 മാർഗങ്ങളിലൂടെ വിഭ്രാജിതം എന്ന ദേശത്തേക്ക് പോകുന്നുവെന്നത് പറഞ്ഞത് കണ്ണുകളിലൂടെ കാണുന്നു എന്ന അർത്ഥത്തിലാണ്. ഖദ്യോതം ആവിർമുഖി എന്ന 2 മാർഗങ്ങളിലൂടെ വിഭ്രാജിതം എന്ന ദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞത് കണ്ണുകളിലൂടെ കാണുന്നു എന്ന അർത്ഥത്തിലാണ്. കണ്ണുകളിലൂടെ ഇതെല്ലാം ഈ ഇന്ദ്രിയ വൃത്തികളെല്ലാം കാണുന്നു എന്നുള്ളതാണ് ഈ 2 ദ്വാരങ്ങളെ പറ്റിയിട്ട് പറയുന്നത്. ഖദ്യോതം ആവിർമുഖി. പിന്നെ രൂപം ആണ് ഖദ്യോത ആവിർമുഖി എന്നിവ കണ്ണുകളാണ്. രൂപമാണ്. വിഭ്രാജിതം എന്ന ദേശം. ജീവൻ അവയിലൂടെ ആ ചക്ഷുരിന്ദ്രിയത്തിൻ്റെ സഹായത്തോടെ രൂപജ്ഞാനം സമ്പാദിക്കുന്നു. അപ്പം കണ്ണുകളിലൂടെ ആ രൂപജ്ഞാനത്തെ സമ്പാദിക്കുന്നു എന്നർത്ഥം. ഖദ്യോത ആവിർമുഖീ ചാത്ര നേത്രേ ഏകത്ര നിർമ്മിതേ രൂപം വിഭ്രാജിതം താഭ്യാം വിചഷ്ടേ ചക്ഷുഷേശ്വര. അതിലത്തെ പദങ്ങൾ നോക്കാം. ഇഹ ഇവിടെ, പശ്ചിമേ പടിഞ്ഞാറുള്ള ദ്വാരങ്ങൾ, ഇതി അധോദ്വാരവും കീഴോട്ടുള്ള ഗുദം ശിസ്നം ഗുദം ഗുഹ്യം ഇവയെന്ന് ഉച്ചതേ പറയപ്പെടുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ താഴോട്ടുള്ളതൊക്കെ ദ്വാരങ്ങളൊക്കെ പടിഞ്ഞാട്ടാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഖദ്യോത ആവിർമുഖീച്ച, ഖദ്യോതം ആവിർമുഖി എന്നുള്ള ഒരിടത്ത് നിർമ്മിതപ്പെടുന്ന 2 കണ്ണുകൾ. ആ 2 കണ്ണുകളിൽ കൂടിയിട്ടാണ് രൂപം, വിഭ്രാജിതം എന്ന ദേശം,
ആ വിഭ്രാജിതം എന്ന ദേശം, രൂപമാണ്, വിഭ്രാജിതം എന്നത് ദേശമാണ്. ഈശ്വരൻ എന്ന് പറയുന്ന ജീവൻ, താഭ്യാം ജീവൻ ഈ രൂപത്തിലൂടെ, താഭ്യാം അവയിലൂടെ, ചക്ഷുഷ ആ ചക്ഷുരിന്ദ്രിയത്തിൻ്റെ സഹായത്തോടെ, വിചഷ്ടേ രൂപജ്ഞാനം സമ്പാദിക്കണമെന്നർത്ഥം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഖദ്യോതം ആവിർമുഖി എന്ന 2 മാർഗങ്ങളിലൂടെ വിഭ്രാജിതം എന്ന ദേശത്തേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണുകളിലൂടെ കാണുന്നു എന്ന അർത്ഥത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രകാശത്തെ അനുഭവിക്കുന്നു എന്ന് സാരം. ഈ തത്വങ്ങളെല്ലാം വളരെ വിശദമായിട്ട് മുൻ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കയാൽ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഒന്നുകൂടി നോക്കാം ഇതിലത്തെ പദങ്ങൾ അർത്ഥം. ഇഹ ഇവിടെ, പശ്ചിമേ പടിഞ്ഞാറുള്ള ദ്വാരങ്ങൾ, ഇതി അധോദ്വാരവും കീഴോട്ടുള്ള, ഗുദം ശിസ്നം ഗുദം ഗുഹ്യം ഇവയെന്ന് ഉച്യതേ പറയപ്പെടുന്നു. അത്ര ഇവിടെ, ഖദ്യോത ആവിർമുഖീച്ച ഖദ്യോതം ആവിർമുഖി എന്നിവ ഒരിടത്ത്, ഏകത്ര ഒരിടത്ത്, നിർമ്മിതേ നിർമ്മിക്കപ്പെട്ട, നേത്രേ 2 കണ്ണുകളാണ്, രൂപമാണ്, വിഭ്രാജിതം എന്ന ദേശം, ഈശ്വര ജീവൻ, താഭ്യാം അവയിലൂടെ, ചക്ഷുഷ ചക്ഷുരീന്ദ്രിയത്തിൻ്റെ സഹായത്തോടെ, വിചഷ്ടേ രൂപജ്ഞാനം സമ്പാദിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം അതിൻ്റെ അർത്ഥം. നവദ്വാരങ്ങളിൽ വെച്ച് കണ്ണുകൾ, നാസികകൾ, വായ, അത് പറഞ്ഞു അല്ലേ. താഴത്തെ 2 ദ്വാരങ്ങളായിരിക്കുന്ന ഗുദവും ശിശ്നവുമാണ് പശ്ചിമദ്വാരങ്ങൾ. ഒരേ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ഖദ്യോതം ആവിർമുഖി എന്ന ദ്വാരങ്ങൾ കണ്ണുകളാണ്. കണ്ണുകൾക്കാണ് ഈ 2 പേര് പറയുന്നത്, ഖദ്യോതം ആവിർമുഖി എന്നുള്ളത്. അപ്പോൾ പുരസ്വാമിയായിരിക്കുന്ന പുരഞ്ജനൻ ആ ദ്വാരങ്ങളിലൂടെ വിഭ്രാജിതം എന്ന് പറയപ്പെട്ട രൂപത്തെ, ഖദ്യോതം ആവിർമുഖി എന്ന ദ്വാരങ്ങൾ കണ്ണുകളാണ്. ആ പുരസ്വാമിയായിരിക്കുന്ന പുരഞ്ജനൻ ഈ ദ്വാരങ്ങളിലൂടെ വിഭ്രാജിതം എന്ന് പറയപ്പെട്ട രൂപത്തെ, പ്രകാശം എന്നുള്ള രൂപത്തെ ചക്ഷുസിൻ്റെ സഹായത്തോടു കൂടി, ചക്ഷുരീന്ദ്രിയത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. താഴത്തെ 2 ദ്വാരങ്ങളായിരിക്കുന്ന ഗുദവും ശിശ്നവുമാണ് പശ്ചിമദ്വാരങ്ങൾ. ഒരേ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ഖദ്യോതം ആവിർമുഖി എന്ന ദ്വാരങ്ങൾ കണ്ണുകളാണ്. ആ പുരസ്വാമിയായിരിക്കുന്ന പുരഞ്ജനൻ 2 ദ്വാരങ്ങളിലൂടെ വിഭ്രാജിതം എന്ന് പറയപ്പെട്ടിരിക്കുന്ന രൂപത്തെ ആ ചക്ഷുസിൻ്റെ സഹായത്തോടു കൂടി കാണുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടി നോക്കാം നമ്മൾക്ക്. പടിഞ്ഞാറ് ദിക്കിൽ 2 ദ്വാരങ്ങൾ എന്ന് പറഞ്ഞത് ആ അധോഭാഗത്തുള്ള ഗുദം ശിശ്നം എന്ന ദ്വാരങ്ങളാണ്. ഖദ്യോത ആവിർമുഖി എന്ന് പറഞ്ഞത് നേത്രങ്ങളെ ആകുന്നു, കണ്ണുകളെയാണ് ഈ 2 ദ്വാരങ്ങളായിട്ട് പറയുന്നത്. ഈ നേത്രങ്ങളിൽ കൂടി ജീവാത്മാവ് രൂപത്തെ അറിയുന്നു എന്ന സംഗതിയെയാണ് ആ 2 ദ്വാരങ്ങളിൽ കൂടി വിഭ്രാജിതം എന്ന പുരത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. വിഭ്രാജിതം എന്ന് പറഞ്ഞാൽ പ്രകാശം ഉള്ള, പ്രകാശത്തിലൂടെ ആ രൂപത്തെ ആ ചക്ഷുരീന്ദ്രിയത്തിലൂടെ മനസ്സിലാക്കണു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം. പശ്ചിമദ്വാരവും ഗുദശിശ്നവും, പശ്ചിമദ്വാരമായിട്ട് ഗുദവും ശിശ്നവും. ഖദ്യോത ആവിർമുഖി ദ്വേ നേത്രേ, ഖദ്യോതം ആവിർമുഖി എന്ന് പറയുന്നത് 2 നേത്രങ്ങൾ. താഭ്യാം അതിലൂടെ, പുരഞ്ജനൻ പശ്യതി കാണുന്നു, ആ കണ്ണുകളിലൂടെ പുരഞ്ജനൻ കാണുന്നു. താഭ്യാം പുരഞ്ജനഃ പശ്യതി എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇഹ പശ്ചിമേ ഇതി അധോദ്വാരൗ ഗുദം ശിശ്നം ഉച്യതേ. അത്ര ഖദ്യോതേ ആവിർമുഖീ ച ഏകത്ര നിർമ്മിതേ ദ്വേ നേത്രേ, ഏകത്ര നിർമ്മിതേ ദ്വേ നേത്രേ രൂപം വിഭ്രാജിതം ഈശ്വരഃ താഭ്യാം ചക്ഷുഷാ വിചഷ്ടേ എന്നുള്ളതാണ് ഇത് അന്വയം. ഒന്നുകൂടി പറയാം. ഇഹ പശ്ചിമേ ഇതി അധോദ്വാരൗ ഗുദം ശിശ്നം ഉച്യതേ. അത്ര ഖദ്യോത ആവിർമുഖി ഏകത്ര നിർമ്മിതേ നേത്രേ രൂപം വിഭ്രാജിതം ഈശ്വരഃ താഭ്യാം ചക്ഷുഷാ വിചഷ്ടേ.
ഇവിടെ ആ പടിഞ്ഞാട്ടുള്ള ദ്വാരങ്ങൾ, ആ കീഴോട്ടുള്ള ഗുദം, ഗുഹ്യം ഇവയാണ് എന്ന് പറയപ്പെടുന്നു. ഉച്യതേ എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നു. അപ്പോൾ ഖദ്യോത, ആവിർമുഖി എന്നിവ ഒരിടത്ത് നിർമ്മിക്കപ്പെട്ട 2 നേത്രങ്ങളാണ്. രൂപമാണ് ആ വിഭ്രാജിതം എന്ന ദേശം എന്ന് പറയുന്നത്. ആ ഈശ്വരൻ ഈ കണ്ണിലൂടെ ചക്ഷുരിന്ദ്രിയത്തിൻ്റെ സഹായത്തോടെ ആ രൂപജ്ഞാനം സമ്പാദിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ബുദ്ധിയാണ്. അപ്പോൾ ഇവിടെ മലദ്വാരവും ഗുഹ്യദ്വാരവും കീഴ്പോട്ടാണ്. ഖദ്യോതം, ആവിർമുഖി എന്ന 2 മാർഗങ്ങളിലൂടെ വിഭ്രാജിതം എന്ന ദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞത് കണ്ണുകളിലൂടെ കാണുന്നു എന്ന അർത്ഥത്തിലാണ്. അതായത് പ്രകാശത്തെ അനുഭവിക്കുന്നു എന്ന് സാരം. ഈ തത്വങ്ങളെല്ലാം വളരെ വിശദമായിട്ട് മുമ്പ് വിസ്തരിച്ചിട്ടുണ്ട്, മുമ്പത്തെ അധ്യായങ്ങളിൽ വിസ്തരിച്ചിട്ടുണ്ട്. നാസികേ എന്നത് ദ്വിവചനം, 2 നാസാദ്വാരങ്ങളിലൂടെ. ബുദ്ധിയെയാണ് പത്നി എന്നതിന് ശ്രുതിപ്രമാണം ഉണ്ട്. ആത്മാ യജമാനഃ ബുദ്ധി പത്നി എന്ന് ശാസ്ത്രത്തിൽ ഇപ്പം ശ്രുതിയിൽ പറയുന്നുണ്ട്. ആത്മാ യജമാനഃ ബുദ്ധി പത്നി. അപ്പോൾ ബുദ്ധിയാണ് പത്നിയായിട്ട്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. നളിനീ നാളിനീ നാസേ ഗന്ധഃ സൗരഭ ഉച്യതേ ഘ്രാണോവധൂതോ മുഖ്യാസ്യ വിപണോ വാഗ്രസ വിദ്രസഃ. നളിനീ നാളിനീ നാസേ ഗന്ധഃ സൗരഭ ഉച്യതേ ഘ്രാണാവധൂതോ മുഖ്യാസ്യം വിപണോ വാഗ്രസവിദ്രസഃ. നളിനി എന്ന് പറയപ്പെടുന്നതും നാളിനി എന്ന് പറയപ്പെടുന്നതും ആ നാസാദ്വാരങ്ങളെയാണ്. സൗരഭ, അതിൽ കൂടി സൗരഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗന്ധം, സുഗന്ധം, സൗരഭ്യം ഉണ്ടാവുന്ന ഗന്ധമാണ്. അവധൂതൻ എന്നാൽ ആ ഘ്രാണേന്ദ്രിയം എന്നർത്ഥം. അവധൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘ്രാണേന്ദ്രിയം അർത്ഥം. പിന്നെ മുഖം എന്നത് മുഖമാണ്. അതാണ് കച്ചവടം എന്ന് പറയപ്പെടുന്ന ഇന്ദ്രിയം. ആ മുഖം, കച്ചവടം. വാഗിന്ദ്രിയം. രസജ്ഞൻ എന്നാൽ രസനേന്ദ്രിയം. വാഗിന്ദ്രിയം, രസനേന്ദ്രിയം ഇതിനെ പറയപ്പെടുന്നു. വാഗിന്ദ്രിയം, രസജ്ഞൻ എന്നാൽ രസനേന്ദ്രിയം. അപ്പോൾ ബാക്കിയുള്ള ഇതാണ് പറയുന്നത്. നളിനി നാളിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസാദ്വാരങ്ങൾ. അതിൽ കൂടെ സൗരഭം എന്ന് പറഞ്ഞാൽ സുഗന്ധം, ഗന്ധത്തെ അനുഭവിക്കണു. അവധൂത എങ്ങനെ ഘ്രാണേന്ദ്രിയം എന്ന ആ ഇന്ദ്രിയത്തിലൂടെ ആണ് ഈ സൗരഭ്യം അനുഭവിക്കുന്നത്. പിന്നെ മുഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം, ആസ്യം, അതിലൂടെ ആ കച്ചവടം എങ്ങനെയാണ് വാഗിന്ദ്രിയത്തിലൂടെയും ആ രസനയിലൂടെയും ആണ് ആ കച്ചവടങ്ങൾ നടത്തുന്നത്. അപ്പോൾ വാഗിന്ദ്രിയം, രസനേന്ദ്രിയം എന്നും പറയപ്പെടുന്നു. അപ്പോൾ നളിനി നാളിനി നാസേ സൗരഭ ഗന്ധഃ അവധൂതഃ ഘ്രാണഃ മുഖ്യ ആസ്യം വിപണഃ വാക് രസവിത് രസഃ ഉച്യത്തെ. എന്നുകൂടി പറയാം. നളിനി നാളിനി നാസേ സൗരഭഃ ഗന്ധഃ അവധൂതഃ ഘ്രാണഃ മുഖ്യ ആസ്യം വിപണഃ വാക് രസവിത് രസഃ ഉച്യത്തെ. നളിനി എന്നും നാളിനി എന്നും പറയുന്നത് നാസാദ്വാരങ്ങളാണ്. സൗരഭദേശം എന്നാൽ ആ ഗന്ധം എന്നുള്ളതാണ് അർത്ഥം. അവധൂതൻ എന്നാൽ ആ ഘ്രാണേന്ദ്രിയം എന്നുള്ളതാണ്. മുഖ്യ എന്നത് മുഖം, ആസ്യം മുഖമാണ്. മുഖ്യ എന്ന് പറയുന്നത് മുഖം, ആസ്യം ആണ്. വിപണഃ കച്ചവടം എന്നാൽ എന്തൊക്കെയാണ് കച്ചവടം? മുഖത്തിലൂടെ വാഗിന്ദ്രിയത്തിലൂടെ രസവിൽ രസനയിലൂടെ വാഗിന്ദ്രിയത്തെ രസനേന്ദ്രിയം, രസനേന്ദ്രിയം ഇതിലൂടെയാണ് ആ കച്ചവടം നടക്കുന്നത്. മുഖത്തിലൂടെ ഉള്ള കച്ചവടം.
വിപണഃ കച്ചവടം എന്നാൽ വാഗിന്ദ്രിയവും രസനേന്ദ്രിയവും. വാക്കുകളിലൂടെയും രസങ്ങളിലൂടെയും രസനേന്ദ്രിയത്തിലൂടെയും ഒക്കെയാണ് ഈ കച്ചവടം നടക്കുന്നത്. അതിലത്തെ അന്വയം വന്നിട്ട് നളിനീ നാളിനീ നാസേ സൗരഭഃ ഗന്ധഃ അവധൂതഃ ഘ്രാണഃ മുഖ്യാ ആസ്യം വിപണം മുഖ്യാ ആസ്യം വിപണഃ വാക് രസവിത് രസഃ ഉച്യത്തെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വന്നിട്ട് നളിനിയും നാളിനിയും രണ്ട് നാസാദ്വാരങ്ങളാണ്. സൗരഭദേശം എന്നാൽ ഗന്ധം, അവധൂതൻ എന്നത് ആ ഘ്രാണേന്ദ്രിയത്തെ പറയുന്നു, മുഖ്യ എന്നത് വായാണ്, വിപണൻ എന്ന് പറഞ്ഞാൽ വാഗിന്ദ്രിയവും രസജ്ഞൻ രസനേന്ദ്രിയവുമാകും. വിപണൻ എന്ന് പറയുന്നത് വിപണനം ചെയ്യണത് വാഗിന്ദ്രിയം, രസജ്ഞൻ എന്ന് പറയുന്നത് രസനേന്ദ്രിയവും ആകുന്നു. കച്ചവടത്തിൻ്റെ സ്ഥലങ്ങളാണ്. അപ്പോൾ നളിനി നാളിനി എന്ന് പറഞ്ഞ ദ്വാരങ്ങൾ നാസികകളാണ്. സൗരഭദേശം എന്ന് പറഞ്ഞത് ഗന്ധം ആണ്. അവധൂതൻ ഘ്രാണേന്ദ്രിയമാണ്. മുഖ്യ എന്ന് പറയുന്നത് വായയാണ്. വിപണൻ എന്ന് പറഞ്ഞത് വാഗിന്ദ്രിയമാണ്. രസജ്ഞൻ എന്ന് പറഞ്ഞത് രസനേന്ദ്രിയം ആണ്. ഇവിടെ നോക്കാം. നളിനി നാളിനി എന്ന പേരുള്ള ദ്വാരങ്ങൾ എന്ന് നാസാദ്വാരങ്ങളെയും സൗരഭദേശം എന്ന് ഗന്ധത്തെയും അവധൂത സഖാവ് എന്ന് ഘ്രാണേന്ദ്രിയത്തെയും മുഖ്യൻ എന്നത് മുഖദ്വാരത്തെയും വിപണൻ എന്നത് വാഗിന്ദ്രിയത്തെയും രസവിത് എന്നത് രസനേന്ദ്രിയത്തെയും സൂചിപ്പിച്ച് പറഞ്ഞതാകുന്നു. ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് നളിനി നാളിനീതി ദ്വേ നാസികാദ്വാരം. നളിനി നാളിനി എന്ന് പറയുന്നത് രണ്ട് നാസികാദ്വാരം. മുഖ്യേത്യാസ്യം മുഖ്യം എന്ന് പറയുന്നത് വാസ്യം മുഖം. വിപണൻ എന്ന് പറയുന്നത് വാഗ് ഇന്ദ്രിയം. വിപണോ വാഗിന്ദ്രിയം. അത്ര വ്യവഹാര ആ മുഖത്തിലൂടെ രസജ്ഞോ എന്ന് പറയുന്നത് രസനേന്ദ്രിയം. അപ്പോൾ ആ മുഖത്തിലൂടെ ആ കച്ചവടം വിപണനം നടക്കണു. വാക്കുകളിലൂടെയും രസത്തിലൂടെയും ആണ് വ്യവഹാരം നടക്കുന്നതാണ്. അടുത്ത ഇതിൽ പറയേണ്ടത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ആപണോ വ്യവഹാരോ, അതിലൂടെയാണ് വ്യവഹാരം നടക്കുന്നത്. ആപണോ വ്യവഹാരോത്ര ചിത്ര അന്ധോ ബഹൂദനം പിതൃഹുർ ദക്ഷിണകർണ ഉത്തരോ ദേവഹൂ സ്മൃത. ആപണോ വ്യവഹാരോത്ര ചിത്രമന്ധോ ബഹൂദനം പിതൃഹുർ ദക്ഷിണകർണ ഉത്തരോ ദേവഹൂ സ്മൃത. ഇവിടെ ആ വ്യവഹാരം, ആ വാചിക വ്യാപാരത്തെയാണ് വ്യവഹാരം എന്ന് പറയുന്നത്. വാചിക വ്യാപാരത്തെയാണ് വ്യവഹാരം എന്ന് പറയുന്നത്. ആപണൻ വിവിധതരം ആഹാരപദാർത്ഥങ്ങളാണ് ആപണൻ എന്ന് പറയുന്നത്. വിവിധതരം ആഹാരപദാർത്ഥങ്ങളാണ്. ബഹൂദനൻ എന്ന് പറയുന്നത് ആപണദേശം എന്ന് പറയുന്നത് സംഭാഷണം. പിന്നെ ബഹൂദന ദേശം എന്ന് പറയുന്നത് ആ നാനാവിധമായിട്ടുള്ള അന്നത്തെയും നാനാവിധമായിട്ടുള്ള ആഹാരത്തെയാണ് ബഹൂദനം എന്ന് പറയുന്നത്. പിതൃഹു എന്നാൽ ദക്ഷിണകർണം, വലത്തെ ചെവി. ദേവഹു എന്ന് പറഞ്ഞാൽ ഉത്തരകർണം, ഇടത്തെ ചെവി. ഇതിലൂടെയാണ് സ്മൃത നിരൂപിക്കപ്പെടുന്നത്. ഇതൊക്കെ ചെയ്യണത് ആ വ്യവഹാരം എന്ന് പറയുന്നത് വാചിക വ്യാപാരമാണ്. ആപണഃ ആ വിവിധതരം അന്നം ആഹാരപദാർത്ഥങ്ങൾ ഒക്കെ ഇവിടെ പറയാം എന്ന് അനുഭവിക്കുന്നു. വളരെ വിപണൻ വാഗിന്ദ്രിയാണ്. രസജ്ഞൻ രസനേന്ദ്രിയാണ്. ആപണദേശം എന്ന് പറയുന്നത് ലോകവ്യവഹാരം. ബഹൂദനദേശം എന്ന് പറയുന്നത് നാനാപ്രകാരേണയുള്ള അന്നവുമാണ്.
ആപണദേശം എന്ന് പറയുന്നത് ലോകവ്യവഹാരം. ആപണാണ് വ്യവഹാരമായിട്ട് പറയുന്നത്. ആപണദേശം എന്ന് പറയുന്നത് ലോകവ്യവഹാരം. ബഹൂദനദേശം എന്ന് പറയുന്നത് നാനാപ്രകാരേണയുള്ള അന്നം ആണ്. പിതൃഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തെ ചെവി, ദേവഹു എന്ന് പറഞ്ഞാൽ ഇടത്തെ ചെവി ആണ് ഈ ശ്ലോകത്തിൽ പറയുക. ആപണോ വ്യവഹാരോത്ര ചിത്രമന്ധോ ബഹൂദനം പിതൃഹുർദക്ഷിണം കർണ ഉത്തരോ ദേവഹൂ സ്മൃത. അത്ര ഇവിടെ വ്യവഹാര വാചിക വ്യാപാരം ആണ്. ആപണ ആപണൻ, വാചിക വ്യാപാരത്തെ ആപണൻ. ചിത്രം വിവിധതരം ആഹാരപദാർത്ഥങ്ങൾ അന്നം. ചിത്രം അന്നം വിവിധതരം ആഹാരപദാർത്ഥങ്ങളാണ് ബഹൂദനൻ. പിതൃഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദക്ഷിണകർണം, ദേവഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലത്തെ കർണം, ഇടത്തെ ചെവി എന്നെല്ലാമാണ് സ്മൃത നിരൂപിക്കപ്പെട്ടത്. അപ്പോൾ അത്ര ഇവിടെ വ്യവഹാര വാചിക വ്യാപാരമാണ്. ആപണ ആപണൻ, ചിത്രം വാചിക വ്യാപാരത്തെ ആപണദേശം എന്ന് പറയും. ചിത്രം വിവിധതരം അന്നം ആഹാരപദാർത്ഥമാണ് ബഹൂദനം എന്ന് പറഞ്ഞ സ്ഥലം, ബഹൂദനൻ. പിതൃഹൂഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണ കർണ, വലത്തെ ചെവി. ദേവഹൂഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തെ ചെവി എന്നെല്ലാമാണ് സ്മൃത നിരൂപിക്കപ്പെട്ടത്. അപ്പോൾ ഇത് അന്വയം വന്നിട്ട് അത്ര വ്യവഹാര ആപണ ചിത്രം അന്നം ബഹൂദന പിതൃഹൂഹു ദേവഹൂഹു ഉത്തര പിതൃഹൂഹു ദക്ഷിണ കർണ ദേവഹൂഹു ഉത്തര കർണ സ്മൃത. അപ്പോൾ ഒന്നുകൂടി പറയാം. അത്ര വ്യവഹാര ആപണ വിവിധതരം ചിത്രം അന്നം ബഹൂദനം പിതൃഹൂഹു ദക്ഷിണകർണ ദേവഹൂഹു ഉത്തര സ്മൃത. ഇവിടെ ഇവിടെ വാചിക വ്യാപാരം ആണ് ആപണൻ. വാചികമായിരിക്കുന്ന വ്യാപാരത്തെയാണ് ആപണൻ എന്ന് പറയുന്നത്. വിവിധതരം ആഹാരപദാർത്ഥത്തെയാണ് ബഹൂദനൻ എന്ന് പറയുന്നത്. പിതൃഹു എന്നാൽ ദക്ഷിണകർണവും വലത്തെ ചെവി, ദേവഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇടത്തെ ചെവിയും ആണ് എന്ന് നിരൂപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നളിനിയും നാളിനിയും രണ്ട് നാസാദ്വാരങ്ങളാണ്. സൗരഭം എന്ന ദേശം എന്നാൽ ഗന്ധം, അവധൂതൻ എന്നത് ഘ്രാണേന്ദ്രിയമാണ്, മുഖ്യ എന്നത് വായയാണ്, വിപണൻ വാഗിന്ദ്രിയമാണ്, രസജ്ഞൻ രസനേന്ദ്രിയമാണ്. അപ്പോൾ ആപണദേശം ലോകവ്യവഹാരമാണ്. ബഹൂദനദേശം എന്ന് പറയുന്നത് നാനാപ്രകാരണയുള്ള അന്നവുമാണ്. പിതൃഹു എന്നത് ആ വലത്തെ ചെവിയും ദേവഹു എന്നത് ഇടത്തെ കർണവും അത്രേ. അപ്പോൾ ഇവിടെ പറയുന്നത് ആപണദേശം ലോകവ്യവഹാരവും ബഹൂദനദേശം വിചിത്രമായിരിക്കുന്ന അന്നവുമാകുന്നു. പിതൃഹു എന്ന് പറഞ്ഞത് വലത്തെ ചെവി, ദേവഹു എന്ന് പറഞ്ഞത് ഉത്തരകർണം. ആപണദേശം എന്ന് ആ സംഭാഷണത്തെയും ബഹൂദനദേശം എന്ന് നാനാവിധമായിരിക്കുന്ന അന്നത്തെയും പിതൃഹു എന്ന് വലത്തെ കർണത്തെയും ദേവഹു എന്നത് ഇടത്തെ കർണത്തെയും സൂചിപ്പിച്ച് പറയണു. ഇവിടെ വ്യാഖ്യാനത്തിലെ അത്ര വ്യവഹാര ആപണോ, ആ വ്യവഹാരത്തെ വാചികമായിരിക്കുന്ന വ്യവഹാരത്തെ ആപണദേശം, ഭാഷണം അതായത് സംഭാഷണം എന്നർത്ഥം. പിതൃഹു ദക്ഷിണ, ദക്ഷിണകർണത്തെ പിതൃഹു എന്നും ദേവഹു ഉത്തരകർണ. അത്ര വ്യവഹാര ആപണോ ഭാഷണം പിതൃഹൂർദക്ഷിണ കർണ ദേവഹൂരുത്തരകർണ. ഇതാണ് വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അങ്ങനെയുള്ള ആ വ്യവഹാരത്തെ ആപണൻ. പിന്നെ വിവിധതരം ആഹാരപദാർത്ഥങ്ങളെ ബഹൂദനൻ എന്നും പറയേണ്ടത് അത് വ്യാഖ്യാനത്തിൽ പറയുന്നില്ല. അത്ര വ്യവഹാര ആപണോ ഭാഷണം, ആ സംസാരത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് വ്യവഹാരമായിട്ട്. പിതൃഹു ദക്ഷിണകർണ ദേവഹു ഉത്തരകർണ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. പ്രവൃത്തം ച നിവൃത്തം ച ശാസ്ത്രം പഞ്ചാലസംനിതം പിതൃയാനം ദേവയാനം ശ്രോത്രാത് ശ്രുതിധരാത് വ്രജേത്. പ്രവൃത്തം ച നിവൃത്തം ച ശാസ്ത്രം പഞ്ചാലസംനിതം പിതൃയാനം ദേവയാനം ശ്രോത്രാത് ശ്രുതിധരാത് വ്രജേത്. പഞ്ചാലങ്ങൾ എന്നാൽ ആ പ്രവൃത്തിമാർഗവും നിവൃത്തിമാർഗവും
ശ്രോത്രേന്ദ്രിയമാവുന്ന ശ്രുതധരൻ മുഖേന കേട്ടറിഞ്ഞ് ആ പിതൃയാനത്തിലേക്കോ ദേവയാനത്തിലേക്കോ ആ ജീവാത്മാവ് പോകുന്നതാകുന്നു. പാഞ്ചാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചകോശങ്ങളിലൂടെ പ്രവൃത്തഞ്ച ആ പ്രവൃത്തിമാർഗവും നിവൃത്തിമാർഗത്തിലൂടെയും പ്രവൃത്തിമാർഗത്തിലൂടെയും ആ ശ്രോത്രേന്ദ്രിയമാവുന്ന ശ്രുതധരൻ മുഖേന കേട്ടറിഞ്ഞ് ശ്രുതികളിലൂടെ ആ കേട്ടറിഞ്ഞ് ആ പഞ്ചകോശങ്ങളിലൂടെ ആ പ്രവൃത്തിയും നിവൃത്തിയും ഒക്കെ ചെയ്തിട്ട് പിതൃയാനത്തിലേക്കോ ദേവയാനത്തിലേക്കോ ആ ജീവാത്മാവ് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്രവൃത്തം ച നിവൃത്തം ച ശാസ്ത്രം പഞ്ചാല സംനിധം പിതൃയാനം ദേവയാനം ശ്രോത്രാൽ ശ്രുതിധരാത് വ്രജേത്. അപ്പോൾ പഞ്ചാല സംനിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാലങ്ങൾ എന്നാൽ ആ പഞ്ചകോശങ്ങൾ, ആ പഞ്ചഭൂതങ്ങളെ കൊണ്ടുള്ള ആ ശരീരം. പ്രവൃത്തം ച ആ പ്രവൃത്തി മാർഗത്തിലൂടെയും നിവൃത്തം ച ശാസ്ത്രം നിവൃത്തി മാർഗത്തിലൂടെയും ശ്രോത്രേന്ദ്രിയമാവുന്ന ഇതൊക്കെ ആ ശ്രുതധരൻ മുഖേന ആ കർണത്തിലൂടെ കേട്ടിട്ട് ശ്രോത്രത്തിലൂടെ കേട്ടറിഞ്ഞ് പിതൃയാനത്തിലേക്കോ ദേവയാനത്തിലേക്കോ ആ ജീവാത്മാവ് പോകുന്നതാണെന്ന് പറയുന്നു. അപ്പോൾ ഒന്നുകൂടി കാലത്തെ പദങ്ങളെ പഞ്ചാല സംനിധം പഞ്ചാലദേശങ്ങളെന്നാൽ പ്രവൃത്തം ച പ്രവൃത്തി മാർഗവും നിവൃത്തം ച ശാസ്ത്രം നിവൃത്തി മാർഗവും ആണ് പഞ്ചാലദേശം. പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും ഈ പാഞ്ചഭൗതികമായിരിക്കുന്ന ഈ പഞ്ചാലദേശത്തിൽ ആ ശരീരത്തിൽ ചെയ്യുന്നതാണ്. അതിലൂടെ ശ്രോത്രേന്ദ്രിയം ആവുന്ന ശ്രുതധരൻ മുഖേന കേട്ടറിഞ്ഞ് ഇതിനെ രണ്ടിനെയും ആ കർണങ്ങളിലൂടെ കേട്ടറിഞ്ഞ് പിതൃയാനത്തിലേക്കോ ദേവയാനത്തിലേക്കോ ജീവാത്മാവ് പോകുന്നു. പഞ്ചാല സംനിധം പ്രവൃത്തം ച നിവൃത്തം ച ശാസ്ത്രം ശ്രോത്രാത് ശ്രുതധരാത് പിതൃയാനം ദേവയാനം വ്രജേത്. ഒന്നും കൂടി പറയാം. പഞ്ചാല സംനിധം പ്രവൃത്തം ച നിവൃത്തം ച ശ്രോത്രാത് ശ്രുതധരാത് പിതൃയാനം ദേവയാനം വാ വ്രജേത്. പഞ്ചാലങ്ങൾ എന്നാൽ ആ പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും ആ ശ്രോത്രേന്ദ്രിയമാകുന്ന ശ്രുതധരൻ മുഖേന കേട്ടറിഞ്ഞ് പിതൃയാനത്തിലേക്കോ ദേവയാനത്തിലേക്കോ ജീവാത്മാവ് പോകുന്നതാണ്. അപ്പോൾ പഞ്ചാലദേശം എന്ന് പറഞ്ഞത് ആ പ്രവൃത്തവും നിവൃത്തവുമായിട്ടുള്ള ആ ശാസ്ത്രങ്ങളെയാണ് ആ പഞ്ചാലദേശം എന്ന് പറയുന്നത്. അവ ശ്രവിക്കുന്നവൻ ശ്രുതധരൻ. പ്രവൃത്ത മാർഗത്തെയും നിവൃത്തി മാർഗത്തെയും ശ്രവിക്കുന്നവനെ ശ്രുതധരൻ എന്ന് പറയും. അപ്പോൾ പ്രവൃത്ത ശാസ്ത്രങ്ങൾ പിതൃയാനത്തിലേക്കും നിവൃത്ത ശാസ്ത്രങ്ങൾ ദേവയാനത്തിലേക്കും ഉള്ള ഉപായങ്ങളാണ്. അതാണ് പിതൃയാനത്തിലേക്കും ദേവയാനത്തിലേക്കും കൊണ്ടുപോകുന്നു എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ പഞ്ചാലദേശം എന്ന് പറഞ്ഞത് പ്രവൃത്തി ശാസ്ത്രവും നിവൃത്തി ശാസ്ത്രവുമാണ്. പ്രവൃത്തി നിവൃത്തി മാർഗങ്ങളെ ശ്രവിക്കുന്ന ശ്രോത്രേന്ദ്രിയത്തിൻ്റെ സഹായത്താൽ പുരുഷൻ ദേവയാനത്തെയും പിതൃയാനത്തെയും പ്രാപിക്കുന്നു. പഞ്ചാലദേശം എന്ന ആ പ്രവൃത്തി മാർഗത്തെ അറിയിപ്പിക്കുന്ന ആ ഉപാകർമ്മകാണ്ഡത്തെയും നിവൃത്തം എന്ന് പറയുന്ന നിവൃത്തി മാർഗത്തെ അറിയിപ്പിക്കുന്ന ഉപാസനാകാണ്ഡത്തെയും, അതാണ് ശ്രുതി. ഉപാസനാകാണ്ഡവും ഉപാകർമ്മകാണ്ഡമൊക്കെ ഉള്ള ശ്രുതിയിലാണ്. പിന്നെ കാണ്ഡത്തെയും പിതൃയാനം എന്ന് പിതൃലോകത്തെയും ദേവയാനം എന്ന് പറയുന്ന ദേവലോകത്തെയും ശ്രുതധരൻ എന്നത് സഖാവായിട്ട് ആ ശ്രോത്രേന്ദ്രിയത്തെയും പറ്റി പറഞ്ഞതാകുന്നു. അപ്പോൾ പഞ്ചാലദേശം എന്ന് പ്രവൃത്തി മാർഗത്തെ അറിയിപ്പിക്കുന്ന ഉപാകർമ്മകാണ്ഡത്തെയും നിവൃത്തം എന്ന് നിവൃത്തി മാർഗത്തെ അറിയിപ്പിക്കുന്ന ഉപാസനാകാണ്ഡത്തെയും പിതൃയാനം എന്നത് പിതൃലോകത്തെയും ദേവയാനം എന്നത് ദേവലോകത്തെയും ശ്രുതധരൻ എന്നത് സഖാവായിട്ട് ആ ശ്രോത്രേന്ദ്രിയത്തെയും പറ്റി പറഞ്ഞതാകുന്നു. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് പ്രവൃത്തം നിവൃത്തം ശാസ്ത്രം. പ്രവൃത്തം എന്ന് പറയുന്നത് നിവൃത്തം എന്ന് പറയുന്നത് ശാസ്ത്രം. പഞ്ചാല സംനിധം ആ പഞ്ചാലൻ ആ ജീവാത്മാവ് അത് ശ്രോത്രേന്ദ്രിയങ്ങളിൽ കൂടിയിട്ട്
സപ്നിതം ജാനീഹി അറിയപ്പെടേണ്ടതാണ്. ആ ശാസ്ത്രം, ആ ശ്രുതിയിലെ ആ പ്രവൃത്തി മാർഗത്തിലൂടെയും നിവൃത്തി മാർഗത്തിലൂടെയും ആ ശാസ്ത്രം കേട്ടിട്ട് ആ ശ്രുതധരൻ അദ്ദേഹം ജീവാത്മാവ് വേണ്ട വിധത്തിൽ, അതോ പ്രവൃത്തി മാർഗത്തിലൂടെ ആണെങ്കിൽ പിതൃലോകത്തേക്കും നിവൃത്തി മാർഗത്തിലൂടെ ആണെങ്കിൽ ദേവലോകത്തിലേക്കും ആ ജീവനെ നയിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് പ്രവൃത്തം ച നിവൃത്തം ച ശാസ്ത്രം പഞ്ചാല സപ്നിതം പിതൃയാനം ദേവയാനം ശ്രോത്രാത് ശ്രുതിധരാത് വ്രജേത്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.